അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് എന്നെ രക്ഷിച്ചത് ഗുരുവായൂർ. അപ്പൊ ഗുരുവായൂരപ്പന്റെ അവധാനം പാടാൻ എന്നെ നിയോഗിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഏതൊരു ചടങ്ങിനും ഏതൊരു പരിപാടികളും എപ്പോഴും എൻ്റെ മനസ്സിൽ അതിൽ നിന്ന് തെറ്റാതിരിക്കാൻ, ഒരക്ഷര തെറ്റ് പോലും വരാതിരിക്കാൻ വേണ്ടി 2 വാർത്ത എഴുതിയാൽ പോലും വീണ്ടും വായിച്ചിട്ടാണ് ഞാനത് വാർത്ത അയക്കുക. അങ്ങനെ വാർത്ത കൊടുക്കുന്ന അവസ്ഥയിൽ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നിരവധി അനുഭവങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാനുള്ള ഒരു സദസ്സല്ലത്. എന്നാലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് പോവാതിരിക്കാനൊന്നും വൃത്തിയില്ല. അവിടെ ആ വാർത്ത കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ ദ്വാശിപ്പണത്തിന് ഞാൻ ചെന്നപ്പോൾ അത് ഇദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് പറയാം. കൂത്തമ്പലത്തിലേക്ക് ചെന്നപ്പോൾ ഞാൻ ചെല്ലണ അവസരത്തില് അവിടെ ഒരു ക്ലാവ് പിടിച്ച വിളക്കിരിക്കും, നിലവിളക്ക് കത്തുന്നു. കുറച്ച് പേരാണ് ദ്വാശിപ്പണം വെക്കാനായതുകൊണ്ട്. പക്ഷെ ആ മണ്ഡപത്തിലേക്ക് നോക്കിയപ്പോൾ ഇരിക്കുന്നത് ആരാ അറിയോ? അഗ്നിഹോത്രിയ ഏറ്റവും വലിയ, ഞാനൊക്കെ അന്നൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന രവിയൊക്കെ തിരുപ്പാടാണ്. അതിരാത്രം നടത്തിയ പാഞ്ഞാൾ യാഗത്തിന്റെ പ്രധാന യജ്ഞാചാര്യനാണ് അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കടുക്കനൊക്കെ ഇട്ട് ഞാൻ അപ്പം മനസ്സിൽ സ്പാർക്ക് ചെയ്തു, യജമാനം ഈ ദ്വാദശിപ്പണം സമർപ്പണം ഇങ്ങനെ പോകില്ല. കാരണം ഏകാദശിയുടെ വ്രതത്തിന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആചാര്യ ദക്ഷിണ സമർപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ്? അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആചാര്യനോട് ഇത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു, എന്താ ആചാര്യൻ ഇതിൻ്റെയൊക്കെ ഒരു ഐക്കാണുകൾ? അദ്ദേഹം വിസ്തരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറം ലോകം അറിയാം എന്താണ് ദ്വാദശിപ്പണം. അപ്പോഴാണ് അതിൻ്റെ സത്യം മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂരപ്പൻ പോലും വെച്ച് നമസ്കരിക്കാൻ ഈ മണ്ഡപത്തിന് മുന്നിലെത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞത് അദ്ദേഹം. അതെന്തേ കാര്യം? അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ ഗുരുവായൂരപ്പൻ വെച്ച് നമസ്കരിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ആയിരക്കണക്കിന് വന്ന ആൾക്കാരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധികളും ഒക്കെ ഏറ്റെടുക്കുകയാണ്. ഗുരുവായൂരപ്പൻ ഏറ്റെടുക്കുകയാണ്. ഈ ഏറ്റെടുക്കുന്നത് വേറെ ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഈ ദൈവമായാലും ക്ഷതം സംഭവിക്കുന്നതാണ് അവർക്ക്. അവരുടെ ആ യേശസ്സിന് അത് ക്ഷതം സംഭവിക്കും. അപ്പൊ ഈ ദോഷങ്ങൾ ഏറ്റെടുത്തതൊക്കെ എവിടെ സമർപ്പിക്കണം? സമർപ്പിക്കാൻ പറ്റുമെന്നല്ല, അഗ്നിയിലെ സമർപ്പിക്കാൻ പറ്റും, വേറെ എവിടെ സമർപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അഗ്നി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അഗ്നിഹോത്രിമാരാണ് യാഗം നടത്തുന്നത്. യാഗം നടത്തിയിട്ട് അവര് അന്ന് 75 പാഞ്ഞാൾ, അതിന്റെ മുമ്പ് അദ്ദേഹം സോമയാഗമൊക്കെ നടത്തിയിട്ടുണ്ട്. സോമയാഗം നടത്തി ആ അഗ്നി അദ്ദേഹം സംരക്ഷിക്കുക. അഗ്നി സംരക്ഷിക്കുക പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അത് ഏറ്റവും അത് അവിടെ പോയി കണ്ടാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഒരു 70-50 60 ആയിക്കോട്ടെ 60-ലൊക്കെയാണ് അദ്ദേഹം സോമയാഗമൊക്കെ നടത്തിയിട്ടുള്ളൂ. ആ യാഗത്തിന്റെ അഗ്നി അദ്ദേഹത്തിന്റെ വടക്കിനിയിൽ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുക, കെടാതെ. കെടാൻ പാടില്ല, അദ്ദേഹത്തിന് പോവാൻ പാടില്ല. 3 നേരം പൂജിക്കണം ഈ അഗ്നിയെ. അതൊക്കെ ശുദ്ധമായ പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പശു, അതിനുള്ള പശുവുണ്ട് അവിടെ. അദ്ദേഹം എവിടേക്കലും പോവാണ്. അദ്ദേഹം സുഖലണ്ടേ, അദ്ദേഹത്തിന്റെ പത്തിനാടി ഭാര്യ പത്നിയാണ് അവിടെ വേണം ഈ അഗ്നി സംരക്ഷിക്കാൻ. അങ്ങനെ വർഷങ്ങളായിട്ട് ഇതന്നെ ജീവിതം അവിടെ. അങ്ങനെ ആ അഗ്നി സംരക്ഷിച്ചു വരുന്ന അവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൊടുത്ത് ഇത് ഈ സമർപ്പിക്കുന്ന മുഴുവൻ അദ്ദേഹം അവരെ ഏറ്റെടുത്ത് ഈ ദുരിതങ്ങൾ മുഴുവൻ അഗ്നിയിൽ സമർപ്പിക്കുക അവിടെ. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ അത് ഞാൻ ഓരോ പ്രാവശ്യം വാർത്ത കൊടുക്കുമ്പോൾ സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും അത് ജനങ്ങൾക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലശ്രുതി പിന്നീട് മനസ്സിലാക്കുക. പിന്നീട് എന്തായി അറിയോ? അന്ന് ചുരുങ്ങിയ പൈസയാണെങ്കിൽ ഇന്ന് ഇത് നിർത്തിവെക്കുകയാണ്. 9 മണിയായിട്ട് സമയം കഴിയുമ്പോൾ ഈ ദ്വാദശിപ്പണ സമർപ്പണം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അറിയോ, അത്രയും ജനങ്ങൾ വന്നിട്ട് സമർപ്പിക്കാം. അതാണ് പ്രത്യേകതയാണ്. നമ്മളെ ജനങ്ങളുടെ ഉള്ളിൽ അത് വീട് അറിയുമ്പോൾ അവരത് ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇല്ലന്നറുടെ കാര്യത്തിൽ പറയുമ്പോൾ ഈ കതിരെ ആദ്യം അന്നത്തെ 5-6 കറ്റയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടായിരുന്നു. ഈ കതിരെ ഇല്ലന്നറ ഇന്നത്തെ എന്ത് ലോറി കണക്കിന് എല്ലാം ഇല്ല പറയുന്നത്. ഇത് പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ? മറ്റു ക്ഷേത്രങ്ങൾ അപേക്ഷിച്ച് എല്ലാ ക്ഷേത്രങ്ങളും പൂജയുണ്ട്, കരിങ്ങനെ പൂജയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ വാർത്ത എഴുതുമ്പോൾ, ഗുരുവായൂരിൽ ഞാൻ വാർത്ത എഴുതുമ്പോൾ പറയുന്ന ചില 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭക്ത മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ചെറിയൊരു തന്ത്രമാണ് കൂടിയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ പറയുന്നത് മഹാവിഷ്ണുവിന്റെ മടിയിലിരിക്കുന്ന മഹാലക്ഷ്മിയായി സങ്കല്പിച്ചാണ് ഈ നെൽക്കതിനെ പൂജിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു.
സത്യമാണ്. മഹാവിഷ്ണു വെളിയിരിക്കുന്ന മഹാലക്ഷ്മിയായിട്ടാണ് ഈ കതിരിനെ പൂജിക്കുന്നത്. അതറിയോ? കുറഞ്ഞ ആൾക്കാർക്ക് അറിയോ? അറിയില്ലല്ലോ. ഇത് വായിക്കുന്ന ആൾക്കാർ പിന്നെ അവരൊരു കതിരേഖല കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഗുരുവായൂരപ്പന്റെ. അതാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഇന്ത്യൻ ഇതുവരെ 40 കൊല്ലമായിട്ട് എനിക്ക് ഇതുവരെ ഒരു വക്കീൽ നോട്ടീസോ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഓരോ വാക്കുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? കാരണം എന്താ അറിയോ, എൻ്റെ മേലെ ഉത്തമ കുറിപ്പ് പറഞ്ഞ കാര്യം സുധീരടിക്കുക. അപ്പൊ എൻ്റെ വാർത്ത മുഴുവൻ ശ്രദ്ധിക്കും അദ്ദേഹം. അപ്പൊ ശ്രദ്ധിക്കും, അവിടെ ഇരുന്ന് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ അപ്പോൾ ഞാൻ ചോദിക്കും അദ്ദേഹത്തിനോട്, അവസാനിക്ക് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹം ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരും, ഏകാദശിക്ക് വരും, ഉത്സവത്തിന് വരും. ഗുരുവായൂരമ്പലത്തിൽ വലിയ പരമഭക്തനാണ്. അപ്പൊ ഞാൻ ഒരു ഏകാദശിക്ക് ചോദിച്ചു അദ്ദേഹത്തിന്, ആദ്യം തുടക്കത്തിൽ ചോദിച്ചു എന്താ ലീഡ് കൊടുക്കണ്ടേ, ഹെഡിങ് കൊടുക്കണ്ടേ, എന്താ വാർത്തകൾ. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. പിറ്റത്തെ വർഷം എന്നോട് ഞാൻ ചോദിച്ചു അല്ല എന്താ വേണ്ടത്. അപ്പൊ എന്നോടൊരു വാക്ക് പറഞ്ഞു, എന്താ അറിയൂ, നീ ജനു എഴുതിയാൽ മതി, അത് ശരിയാവും പറഞ്ഞത്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ ജീവിതത്തിൽ. ഉത്തമമായി എന്നോട് ഞാൻ പറയണ്ട, ജനു എഴുതിയാൽ മതി, അത് ശരിയാവും, അത് ഗുരുവായൂരപ്പന്റെ ഭക്തൻ നിലയിലാണ് ശരിയാവും എന്ന് പറഞ്ഞപ്പോൾ അതാണ് എന്നെ. അതെന്തറിയോ, മാതൃമൂടെ ചരിത്രം പോലും എഴുതിയതാണ് ഈ ഉത്തമാജി എന്ന് പറയുന്ന ആളെ കേട്ടോ. എത്രയോ എഡിറ്റോറിയൽ എൻ്റെ അടുത്തിരുന്ന് എഴുതിയിട്ടുണ്ട്. മാതൃമൂടെ മുഖപ്രസംഗം എഴുതിയ വ്യക്തിയാണ്. 4-ാം പേജില് വാർത്തകൾ കൊടുത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ കരുതിയത്. ഞാൻ അത് അദ്ദേഹത്തിനോട് കാത്തിൽ നമസ്കരിച്ച് ഞാൻ പറഞ്ഞു. കാരണം ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് തരണം. ഇതില് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് സംഭവിച്ചു ഒരു പ്രാവശ്യം. അത് ഇന്ന് എല്ലാ സബ് എഡിറ്റർമാർക്കും ക്ലാസ് എടുക്കാൻ വേണ്ടി ചീഫ് ന്യൂസ് എഡിറ്റർമാരും സബ് എഡിറ്റർമാരും ഉപയോഗിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു വാർത്ത അതിലൊരു വിഷയം. അതെന്താ കാര്യം അറിയോ? ഒരു ദിവസം തിരുവോണത്തിന് പഴപ്രഥമൻ നിവേദിക്കും. അത് ഏത് കാലഘട്ടത്തിലറിയോ? 10-35-40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പേ പഴപ്രഥമൻ നിവേദിച്ച വാർത്തകൾ അടിച്ചു വന്നത് പഴയ പ്രഥമൻ നിവേദിച്ചു. ഇത് അന്ന് ഭയങ്കര മാതൃകയിൽ അന്നൊക്കെ ഒരു തെറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. തിരുത്തില്ല, തിരുത്തു കൊടുക്കാൻ പറഞ്ഞ പിന്നാലെ ഏകം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ വാർത്ത വന്നോട് കൂടിയിട്ട് അന്ന് ഇപ്പൊ ഇന്നത്തെ പത്രമൊന്നും ഇല്ലല്ലോ, മറ്റേ വാട്സപ്പോ അതൊന്നുമില്ല. 2-3 മനോരമയുണ്ട്, മാതൃകയുണ്ട്, ടിവിക്കുണ്ട്, അങ്ങനെ പ്രധാനമായിട്ടുള്ള കുറച്ച് വാർത്തകൾ. ഇത് വന്നു പറഞ്ഞാൽ തൃശ്ശൂർ ആകെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് ആൾക്കാർ ജനം വിളിച്ചു, ആകെ പ്രശ്നമായി. ഉടൻ തന്നെ അന്ന് ന്യൂസ് എഡിറ്റർ, അന്നത്തെ ന്യൂസ് എഡിറ്റർ നമ്മുടെ ഇദ്ദേഹമാണ്, സുരേന്ദ്രജിയ, MP സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ ഉടൻ തന്നെ എന്നെ വിളിച്ചു. ഇത് എന്താ നമ്മൾ ചെയ്യുക, ആൾക്കാർ വിളിച്ചുകൂടെ സ്വീകരിച്ചില്ലല്ലോ. ഉത്തമായി എല്ലാരും വിളിക്കുന്നുണ്ട്, പഴയ പ്രഥമൻ നിവേദിച്ചു എന്നുള്ള പ്രശ്നം. പഴപ്രഥമൻ എന്നുള്ളത് പഴയ പ്രഥമൻ ആയി എന്ന് ഉടൻ തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ അയച്ച വാർത്ത അന്ന് ഇതിലാണ്, ഫാക്സിലാണ് കൊടുക്കുക. ട്രങ്ക് ബുക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ വാർത്ത കൊടുത്തിരുന്ന ആളാണ്. ട്രങ്ക് ബുക്ക് ചെയ്തിരിക്കും വാർത്ത കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഫാക്സ് ആയി. ഈ ഫാക്സില് ഞാൻ എന്റെ ഫാക്സിന്റെ കോപ്പി, ഫാക്സ് എന്റെ കയ്യിലുണ്ട്, നോക്കാൻ പറഞ്ഞു. നോക്കിയത് ശരിയാണ്, പഴപ്രഥമനാണ്, പഴയ പ്രഥമനല്ല. ഞാൻ വീണ്ടും നോക്കി. അപ്പൊ എന്താ എന്നോട് ചോദിച്ചു, എങ്ങനെയും നമുക്കത് വേറെ നാളെ തിരിച്ചോ എന്താ വേണ്ടത് ചോദിച്ചു. എന്താ വേണ്ടത് ഞാൻ നാളെ എന്താ വാർത്ത മാറ്റണോ, അല്ലെ വാർത്ത വേറെ സൈഡിൽ തിരിച്ചു കൊടുക്കണോ? ഞാൻ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് തരണം എന്ന് പറഞ്ഞു. ഇതെന്താ സുരേന്ദ്രൻ പറയുന്നത്, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ അങ്ങനെ ഉടൻ തന്നെ പോവാണ് അമ്പലത്തിനുള്ളിലേക്ക്. അമ്പലത്തിന്റെ അകത്ത് പോയിട്ട് കൊടിമരത്തിന്റെ അവിടെ നിന്നിട്ട് ഞാൻ നോക്കി ഗുരുവായൂരപ്പൻ. അല്ല ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ട് ഞാനായിട്ടുണ്ടായതല്ല. പക്ഷെ ഈ തെരുത്ത് എന്താ നമ്മളെന്താ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ തിരുത്തു കൊടുക്കണം, എന്താണ് വേണ്ടത് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു സ്വാധീനം മാറ്റണം. തിരുത്തണ്ട, ആ വാർത്ത അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല എന്താ കാര്യം. അപ്പൊ ഞാൻ ഉടനെ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഞാൻ വരുന്ന എൻ്റെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അവിടെ ഫാക്സ് അവിടെ ഇരിക്കും. അപ്പൊ അവിടെ വന്നിട്ട് സുരേന്ദ്രനെ വിളിച്ച് പറയണം തിരുത്തണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ വരുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതെ ഗുരുവായൂരപ്പൻ നിവേദിക്കുന്നതിന് മുമ്പ് പായസം മുക്കി കൊണ്ടുപോയി, പാത്രം ഇന്നിട്ടുണ്ട് നിവേദിക്കുന്നതിന് മുമ്പേ ഇന്ന് പായസം എടുത്തുകൊണ്ട് പോയി ഒരാൾ പറയില്ല.
എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നിവേദിക്കുന്നത് പഴയ വയസ്സാവില്ല. ആ വാക്ക് യാ എന്ന് ചേർത്തത് ഗുരുവായൂരപ്പനാണെന്ന് വിശ്വസിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ അതിന്റെ പത്രപ്രവർത്തനം അങ്ങനെ നിരവധി അതിലൊരു സത്യം വളരെ വേദനയോടുകൂടി വേദനയോട് കൂടി എഴുതുന്നുണ്ടോ? തിരുവാഭരണം പോയ ദിവസം തിരുവാഭരണത്തിന്റെ സത്യത്തില് ഞാനിപ്പോ പൊതുവെ പറയാം, തിരുവാഭരണം കഴിഞ്ഞ് ഏഷ്യാനെറ്റുകാരൊക്കെ അഭിമുഖം നടത്തിയിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ അറിഞ്ഞു എന്നുള്ള സത്യത്തിൽ എന്താ അറിയുമോ? ഇതറിഞ്ഞത് ഒരാള്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാള് ഒരു ട്യൂഷൻ എന്നോട് പറഞ്ഞു, ഞാൻ തിരുവാഭരണം പോയിട്ടുള്ള സംശയമുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട പാലിക്ക് ആൾക്കാർ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വയസ്സിൽ മേശാന്തര മകനെ ഞാൻ, അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. അന്നത്തെ ആരാണോ മേശാന്തി ആയിരുന്ന ആള്, അദ്ദേഹത്തിന്റെ മകൻ നേരിട്ട് വരികയാണ്. വരുന്ന ഞാൻ പറയില്ല, ദേവദാസാണ്, അറിയാലോ. അദ്ദേഹം ഭയങ്കര ദുഃഖിതനായിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങ് വലിയ വിഷമിച്ചിട്ട് വരുന്നത്? അതാണ് അവരുടെ ആ ചോദിക്കന്മാരുടെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കണം. അതേ ദേവസ്വം പറഞ്ഞൊരു 50,000 രൂപ കെട്ടാം, ഞങ്ങളൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞു. ആരോടെ പറയണമല്ലോ, ഞാൻ മാതൃവിജയകരാണ് അദ്ദേഹം. പക്ഷെ എന്നാലും ആ ബന്ധത്തിൽ, വ്യക്തിബന്ധത്തിൽ മൂലം ആ നിഷ്കളങ്കത ഒരിക്കലിന്റെ 50,000 രൂപ ഞാൻ കനറ ബാങ്കിൽ അടച്ചിട്ടില്ല. ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. ശരി, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 3 തിരുവാഭരണം പോയി എന്ന് മനസ്സിലായി, പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്തൊക്കെയാ പോയിട്ടില്ല, ഏതാ പോയിട്ടില്ല ഒന്നും അറിയില്ല, എനിക്കറിയില്ല. ഞാൻ നേരെ പോയിട്ട് അവിടെ ഗുരുവായൂർ സ്വാമിയുടെ കിടക്ക വെച്ച് പൂജക്ക് കഴിഞ്ഞ് 3 കഴിച്ച് കിടക്കുക. അപ്പൊ ഗുരുവായൂർ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കുക, ഒരു 3 തിരുവാഭരണം കാണില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതൊന്നും കാര്യമില്ല എന്ന് പറയാം. അല്ല, അദ്ദേഹം അവിടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹമായിട്ട് തീർന്നു. അതിന് പൈസ ബാങ്കിൽ അടപ്പിച്ചവരെയൊക്കെ ഉണ്ട്, അന്നത്തെ മേശാന്തി കൊണ്ട് അടപ്പിച്ചു. എന്നാലും വേറെ ആഭരണങ്ങൾ അപ്പൊ പറഞ്ഞത് ഒന്നൊരു കല്ല് വെച്ചതാണ്, ഒരു നീലക്കല്ലാണ് തോന്നുന്നത്. 3 മാലയാണ് പോലും, മൊത്തം 201 ഗ്രാം ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് എന്ന് പറയും. മതി, എനിക്കത് മതി, എനിക്ക് മതി. ഞാൻ ഇതിങ്ങനെ കൊണ്ട് പോവുകയാണ് നേരെ തൃശ്ശൂർക്ക് പോയിട്ട്. കാരണം ഇതൊരു വലിയൊരു സംഭവമല്ലേ, വാർത്ത കൊടുക്കുകയാണ്. അവിടുന്ന് അരുൺകുമാർ പറഞ്ഞ ആളവിടെ എന്നോട് വാർത്ത എഴുതാൻ പറഞ്ഞു. വാർത്ത എഴുതി ഞാൻ കൊടുത്തു. ഞാൻ ഒരിക്കലും ഈ മേശാന്തിയുടെ കുറ്റക്കാരനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അത് കൊടുത്ത് പിറ്റേ ദിവസം മാതൃ ഫ്രണ്ട് വീട്ടിൽ വരികയാണ്. 3 തിരുവാഭരണം കാണാനില്ല. അത് വലിയൊരു കോളികളെ കൈകാര്യം. കേരളത്തിലെ ഭരണം പോലും പിറ്റേ കരുണാകരനെ വെച്ച് മാലയും കാട്ടി മറ്റു മതിലുകളൊക്കെ വെച്ച ഭരണം പോലും മാറിയ ഒരു സംഭവമാണ് എല്ലാവരും അല്ലേ? അതിനെ തുടർന്ന് ഈ മാല പോയതിന് ശേഷം ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, എനിക്കറിയാമായിരുന്നു. എന്താ അറിയോ? ഈ മേശാന്തിയോ അതിനെടുക്കില്ല, സാധ്യതയില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഇത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചില വൈരാഗ്യ ബുദ്ധിയോട് ആരെങ്കിലും എടുത്ത് മാറ്റിയതാണ്. ഒരാളും ഈ തിരുവാഭരണം പുറത്തു കൊണ്ടുപോകില്ല എന്നുള്ള ഉറപ്പാണ് എനിക്ക് വ്യക്തമായിരുന്നു അത്. കാരണം എന്താ അറിയോ? ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഇത് സാധനം അമ്പലത്തിൽ ഒന്നും ശ്രീലകത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഒന്നിൽ കിണറിലിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്തു പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് ഇതിനോട് ബന്ധം. അതെനിക്ക് ഉറപ്പുണ്ട്, അന്നും ഇന്നും ഉറപ്പാണ്. കിട്ടിയതിന് ശേഷം കുറച്ച് കിണറിൽ ചില ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കിണറിൽ വറ്റിച്ച് നോക്കുമ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം. പക്ഷേ ആ സംഭവം എന്നെ പിന്നീട് വേദനിപ്പിച്ചു. എന്താ വേദന? ഞാൻ കൊടുക്കുന്ന രീതിയിലായിരുന്നില്ല മറ്റു ചില പത്രങ്ങൾ. ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതിരി ആയിരുന്നില്ല. അവര് സത്യത്തിലെ ഈ മേശാന്തിനെ കുറിച്ച് അദ്ദേഹമാണ് ഇത് എടുത്തുപോയി എന്നുള്ള നിലയിലൊക്കെ അയാളാണ് മോഷ്ടാവ് എന്ന നിലയിൽ വാർത്ത കൊടുത്തപ്പോൾ അതെന്റെ മനസ്സിൽ നിന്ന് കിടന്നു. സത്യം പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ഞാൻ പറയേണ്ട കാര്യം അറിയാം. ഞാനാണല്ലോ തുടങ്ങി വെച്ചത് കാണാനില്ല എന്നുള്ളത്. അതെല്ലാം വലിയൊരു വേദന ഉണ്ടാക്കി.
കാരണം ആ മേശാന്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചില പത്രങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രല്ല അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അദ്ദേഹത്തിന്റെ മാത്രല്ല അദ്ദേഹം മനോവേദനയുടെ മരിച്ചു. സത്യമാണ്. കാരണം എന്താ പറയുക, മറ്റുള്ള പത്രങ്ങൾ കാട്ടി കൂട്ടിയ തേച്ച് പറയാം. അത് ഇന്ന പത്രം പറയില്ലേ, അത് പറയാൻ ചില പത്രങ്ങൾ വളരെ രൂക്ഷമായി ഇദ്ദേഹം തന്നെയാണ് അത് എടുത്തുകൊണ്ടുപോയി. ഏഷ്യാനെറ്റിന്റെ വൈഫായിട്ടും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാൽ അത്രയും വിഷമായിട്ടുള്ള സംഭവം. അപ്പൊ അത് അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വീട്. പക്ഷേ ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞാൻ അവരെ കണ്ടു, അവരെ സംസാരിച്ച്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ദേവദാസിനെ കണ്ടു. ദേവദാസ് ഇന്നും കുറച്ച് ദിവസം അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാതൃഭൂമിയിലെ അവരാണ് മോഷ്ടാവ് എന്ന് ഒരിക്കലും അവസാനം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ നുണപരിശോധനയ്ക്ക് കൊണ്ടുപോയി, പല സ്ഥലത്ത് കൊണ്ടുപോയി എന്നുള്ള ഞാനത് വളരെ നൈസായി വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു വാർത്ത. കാരണം എനിക്കറിയാതെ വ്യക്തമായിട്ട് ഇവരെടുത്തിട്ടില്ല എന്നുള്ള അറിയുന്നതുകൊണ്ടാണ് ഞാൻ ആ വാർത്ത തന്നെ കൊടുത്തായിരുന്നു. അതിപ്പോ ഗുരുജി പറഞ്ഞത് ശരിയാണ്. അത് ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ ആ വാർത്ത രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട്. രാഷ്ട്രീയക്കാർക്ക് നല്ലൊരു എല്ലാവർക്കും അദ്ദേഹത്തിന് അസൂയ ഉണ്ടാവാൻ കാരണമില്ല. അദ്ദേഹം മനോഹരമായിട്ട് ഗുരുവായൂരിനെ അലങ്കരിക്കും. അതിനു മുമ്പ് അവര് അപ്പൊ ഈ മതിലുകൾ മുഴുവൻ കരുണാകരനെ കുറിച്ച് എഴുതുമ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. കരുണാകരൻ ഒരിക്കലും കൊണ്ടുപോകും സത്യമാണ്. കരുണാകരനൊന്നും കരുണാകരൻ അങ്ങോട്ട് വഴിപാട് ചെയ്യാന്നല്ല, അത്രയും ഭക്തനാണ് കരുണാകരൻ. മാത്രമല്ല അതിനോട് വലിയൊരു പ്രശ്നമാണ്. ഗുരുവായൂർ ദിവസം ഒരു സിനിമ എടുത്തു അതിന് തൊട്ടുമുമ്പ്. ആ സിനിമയുടെ സെറ്റ് അവിടെ തൈക്കാട് ഭാഗത്ത്. അപ്പൊ അതില് ഈ മേശാന്തിനെ അപ്പൊ അതിൽ മാത്രല്ല ഈ തിരുവാരണം ഇതേ രൂപത്തിലുള്ള തിരുവാരണം അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവസാനം അതിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്തില്ലായിരുന്നു അതൊക്കെ ഉണ്ടായി. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്നത്തില് തസ്കര പ്രശ്നം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട്. ഈ ജ്യോതിഷത്തില് തസ്കര പ്രശ്നം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം. അത് വളരെ ശ്രദ്ധിച്ച് വളരെ അത്രയും വിപുലമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് പരപ്പനാങ്ങാടി ഉണ്ണീഷമണിക്കരൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു. അദ്ദേഹമൊക്കെ ആയിരുന്നില്ല ആള്. അന്ന് ഈ ദേവപ്രശ്നം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉച്ച വരെ പറഞ്ഞു വന്നപ്പോ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് കൊള്ളുന്നു വന്നപ്പോ അതിനെതിരായിട്ട് ഉച്ചയ്ക്ക് ശേഷം വേറെ അതിനേക്കാൾ ഒരു പ്രകല്പന പ്രശ്നം ഒരു ജ്യോതിഷിയെ കൊടുന്ന് അതിനെ മന്ത്രചോദ്യം ചോദിപ്പിക്കുക. എന്നിട്ട് ഇവര് തമ്മിൽ അടുപ്പിക്കുക. എന്നിട്ട് ഇദ്ദേഹം അതൊന്ന് മാറി നിന്ന് ആ പ്രശ്നം അവസാനിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഒരു സാധനം മോഷണം പോയാണ്. അതെങ്ങനെയാണ് എവിടെ പോയി എന്താണെന്ന് അറിയാം. അത്രേ ഉള്ളൂ. അത് ജ്യോതിഷപരമായി അതിപ്പോ അദ്ദേഹം പറയും ചെയ്തു. ഇത് പ്രശ്നവശാൽ ചിന്തിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ CID ഇവരൊക്കെ ഉണ്ടായിരുന്നു. പോലീസോ കേൾക്കാവുന്നത്. കാരണം അവർക്കൊന്നും കുറ്റം കിട്ടിയിട്ടില്ല. അവര് ആ വഴിക്ക് പോകാൻ വേണ്ടി നിങ്ങൾ അതിന്റെ ഒരു ഉപാധിയായിട്ട് ഇത് എടുക്കരുത്. ഇത് ഞങ്ങളുടെ ജ്യോതിഷ പ്രകാരം കാണുന്നതാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊരു കാരണം ഇതിന് വ്യക്തിപരമായിട്ട് ആരെയും ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ചിന്തിച്ചോളൂ. അത് വേറെ കാര്യം എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചിന്തിച്ചു വരുമ്പോ അവരുടെ ഈ ഇത് പ്രകാരം പ്രശ്നപ്രകാരം അവരെ ചിന്തിച്ചു പോണ ആ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോ ചാപ്റ്ററില് ഇതിനെ കുറിച്ചൊക്കെ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഓരോ ശ്ലോകങ്ങളും എടുത്ത് ബന്ധിച്ച് കണക്ട് ചെയ്താണ് പോവുക. അപ്പൊ ഇത് എങ്ങനെയാണ് മോഷണം പോയതാണ്? അത് മോഷണം പോയതല്ല. അത് വെച്ചാൽ ഒരാള് കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞു. അത് അവിടെ തന്നെ ഉണ്ട്. അത് എടുത്ത ആൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അത് കുടുംബ വഴക്കായിരുന്നു. അത് കഴിഞ്ഞാൽ അത് ആരാണത് എടുത്തത്? അപ്പൊ അതിന്റെ ചില ലക്ഷണങ്ങൾ, ആ ആളെ കുറിച്ച് ലക്ഷണങ്ങൾ, അതിന് ദണ്ട് പിടിച്ച ഒരാളാണ്. അപ്പൊ ആ ദണ്ട് പിടിച്ച ആൾക്കാര് ഇതൊക്കെ വന്നു. ഞാൻ വെറുതെ പറയില്ല. ദണ്ട് പിടിച്ച ആള് ദണ്ട് പിടിക്കാൻ ആരൊക്കെ വെച്ചാൽ 2 വിഭാഗം ജോലിക്കാരാണ് ദണ്ട് പിടിച്ചതൊക്കെ ആ പ്രശ്നത്തിൽ. അപ്പൊ ഒന്ന് പോലീസുകാര് ദണ്ട് പിടിക്കും അവിടെ ഇല്ല. പിന്നെ അധ്യാപകര് ചുവരില് കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി.
അപ്പൊ അങ്ങനെയുള്ള വിഭാഗത്തിൽ പെട്ടതാവാം. ഇങ്ങനെയൊക്കെയാണ് കൊടുന്ന് വന്ന് ഇത് മുറിച്ചിങ്ങനെ വരുമ്പോ ഇതിനെതിരെ ഈ വാർത്ത എഴുതിയത് ഞാൻ തന്നെയാണ്. ഈ പ്രശ്നത്തിന്റെ കാര്യം അതിലും ഞാൻ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഞാൻ ഒരൊറ്റ കാര്യം ചെയ്തു, വൈരാഗ്യ ബുദ്ധിയോടെ ആരോ പ്രവർത്തിച്ചതാണെന്ന് ഞാൻ അതിൽ വാർത്തയിൽ കൊടുത്തു. അവര് കുടുംബ വഴക്കുണ്ടായിരുന്നു. അതായത് ഒരു വിഭാഗത്തിന് അദ്ദേഹം കേസ് കൊടുത്ത് ഇദ്ദേഹത്തിന് അമ്പലത്തിൽ പ്രവേശിക്കാം, അവര് തമ്മിലുള്ള ജോലി സംബന്ധമായിട്ടാണ് പ്രവേശിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ എന്തായാലും ഗുരുവായൂർ അവസാനം സത്യം എവിടെയാണ് എന്താന്നുള്ള അവര് അവസാനം പറയുന്നില്ല. അവസാനം അവരെത്തിയിട്ടാണ് ആ സാധനം മാറിണ്ടാവും, അതിന്റെ രൂപം മാറിണ്ടാവും. അത് അതേപോലെ ആവും. അത് സാധനം കിണറ്റിലിടാൻ സാധ്യതയുണ്ടെന്നും കൂടി അത് സൂചന എന്നിട്ടാണ് അവർ ഞാൻ പറഞ്ഞു വരുന്നത് കെ കരുണാകരനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ മാത്രമല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ചെയർമാനെ കുറിച്ച് മോനേഷിനെ കുറിച്ചും ചില പ്രത്യേകത നിർഭാഗ്യവശാൽ. വേറെ കാര്യം എന്താ അറിയോ, കല്ലിനെ പറ്റി പറയുമ്പോ അന്നൊരു സിനിമാ നടിയുടെ പ്രേസറിനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വലിയൊരു അതെ മോനയുടെ ഒരു സിനിമാന്റെ പ്രേസറിന് ഇത്ര കൂട്ടിട്ടോ ഗുരുവായൂരപ്പന്റെ ഈ ഗുരുവായൂരിനെ എത്ര വില പതിക്കാൻ പറ്റുമോ ആ ഉപയോഗത്തെ പറ്റി വലിയ വിവാദമായിരുന്നു. അപ്പൊ കരുണാകരൻ ഒരിക്കലും എടുക്കില്ല, കരുണാകരൻ ആവശ്യമില്ല. കരുണാകരൻ അങ്ങോട്ട് അന്നത്തെ ചെയർമാനെ അപ്പൊ പി.ടി. മോനേഷൻ മാത്രല്ല ഈ പ്രശ്നത്തിൽ ഉണ്ടായല്ലോ, പ്രശ്നത്തിൽ പറഞ്ഞു മോനേഷൻ അവിടെ ഇരിക്കും ചെയർമാൻ. മോനേഷൻ ഒരു കാര്യം ചെയ്യും, ഒരു മാല വഴിപാട് അതെന്താണ് ചോദിച്ചപ്പോ ആകെ സംശയം വിചാരിച്ചു. ആൾക്കാർ വിചാരിച്ചത് എന്താ വെച്ചാൽ ഈ തിരുവാതിരം പോയതും മോനെ അന്നത്തെ ചെയർമാൻ്റെ ആണോ സിനിമ എടുക്കാറുണ്ടായത്. അപ്പൊ ഇതൊരു സംശയമായപ്പോ സത്യത്തിൽ എന്താ സംഭവം അദ്ദേഹം തൊഴാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല പാദത്തിൽ വെച്ച് തരണം പറയും. മേശാന്തിയോടോ അല്ലെങ്കിൽ ആരോടോ ഒന്ന് പൂച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോ ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പോ ഗുരുവായൂരപ്പൻ പറഞ്ഞു ആ മാല ഉണ്ടല്ലോ എന്തിനാ അത് മോനെ കൊണ്ടുപോകണം, അത് എനിക്ക് തന്നൂടെ ഒരു മാല. കാരണം അങ്ങനത്തെ ശ്രുതിയാണ് ശ്രീലകത്തിരിക്കുന്ന സാധനം, അപാര സാധനം. എന്റെ 40-41 കൊല്ലത്തെ ഈ പത്രപ്രവർത്തനത്തിനിടയിൽ ഓരോ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് കാറ്റ് ഈ തൃപ്പാദത്തിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് രണ്ടാമത് അദ്ദേഹം കഴുത്തിലടി. ഇത് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ചെയ്തിരുന്നു പലപ്പോഴും. ഇതാണ് ഉണ്ടായത്. അപ്പൊ എന്താ അപ്പൊ ഒരു മാല കൊടുക്കണ്ടോ, വേറെ മാല ഉണ്ടാക്കിയോ അതേപോലെ സാധനം ഉണ്ടാക്കി കൊടുത്തോ, സമർപ്പിച്ചു. അത് വേറെ ഈ കരുണാകരൻ, ഞാൻ കരുണാകരന്റെ കാര്യം വിഷയം പറഞ്ഞതാണ്. കരുണാകരൻ എവിടെയും തല കുനിക്കാത്തൊരു മനുഷ്യനാണ് ഈ കരുണാകരൻ. എവിടെയും അത് നിരീശ്വരവാദിയായിരുന്നു ആദ്യം. ഞാനിപ്പോ കരുണാകരൻ സമയം ഇത് പറയാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന്റെ കല്യാണം നടത്തിയത് കല്യാണക്കുട്ടിയെ വേണ്ടി കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തില്ല, കൊടിവര ചുവട്ടിലാണ്. അന്ന് കല്യാണം നടക്കുന്നത് കൊടിവര ചുവട്ടിലാണ്. ഈ കുടിച്ചവര ചുവട്ടില് കല്യാണം നടക്കുന്ന താലി കെട്ടിയ സമയത്ത് അദ്ദേഹം ശ്രീലകത്തേക്ക് നോക്കി. അത് വരെ നിരീശ്വരവാദിയായിരുന്നു കെ കരുണാകരൻ. ശ്രീലകത്തേക്ക് നോക്കിയപ്പോ അന്ന് ആകൃഷ്ടനായതാണ് ഗുരുവായൂർ. അന്ന് മുതൽ പിന്നീട് മാസം തോറും, അത് ആദ്യം 30 വ്യാഴാഴ്ചയായിരുന്നു, പിന്നീട് 1-ാം തീയതി മറക്കാൽ ഗുരുവായൂർ വന്ന് നിരന്തരം എന്ത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നം ഉണ്ടായാലും ഏതായാലും ഗുരുവായൂർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം എവിടെയെങ്കിലും കരയണം കണ്ടിട്ടുണ്ടോ കരുണാകരൻ? ഇല്ലല്ലോ. എന്നാൽ കരുണാകരൻ പൊട്ടിക്കരയുന്ന രംഗത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. പൊട്ടിക്കരയുന്ന എവിടെ അറിയോ? അദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റി, വർഷങ്ങൾക്ക് ശേഷം ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അദ്ദേഹം വരികയാണ് ഗുരുവായൂർ. ആദ്യം വന്നപ്പോൾ ഗോപുരത്തിന് മുന്നിൽ പ്ലാസ്റ്ററും ഇതൊക്കെ ഇട്ടിട്ടാ വന്ന് അദ്ദേഹം ഇത് പോയി. പിന്നീട് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് വരാമെന്നായി. പിന്നീട് വന്നപ്പോൾ ഉടൻ തന്നെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ശ്രീത്ത് വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ആലപ്പുഴ ഉള്ളിൽ കയറി അദ്ദേഹം സോപാനത്തിന് മുന്നിൽ നിന്നിട്ട് എന്റെ മേത്ത് മുട്ടിട്ട് നാരായണൻ ജില്ലയിട്ട് മേത്ത് മുട്ട് നമസ്കരിക്കാനില്ല. അങ്ങനെ കുട്ടിയോട് അവസാനമായിട്ട്
സംസ്ഥാപരാറും കൊടുക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ വാർത്ത കൊടുത്തു. കണ്ണ് കരുണാകരൻ കണ്ണീരണിഞ്ഞു പറഞ്ഞിട്ട് എന്നെ ഇറങ്ങിയതായിട്ട് മറ്റൊരു ആ അർത്ഥത്തിൽ തന്നെ ഞാൻ വാർത്ത കൊടുത്തു. ഇത് ഈ വാർത്ത വന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ വഴി വാട്സപ്പ് ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ ദേശാമാനി പത്രത്തിൽ ഇതിനെക്കുറിച്ച് 4 ദിവസം തുടർച്ചയായിട്ട് മോഹൻ പറഞ്ഞ ലേഖനം എഴുതി എനിക്കെതിരായിട്ട്. ലേഖൻ മനഃപൂർവ്വം ഗുരുവായൂരപ്പൻ എന്ന വിഗ്രഹത്തിന്റെ ആ വിഗ്രഹത്തിലെ കരുണാകരന്റെ എല്ലാ കളങ്കവും കഴുകിക്കളയാൻ വേണ്ടി ശ്രമിച്ചൊരു ലേഖനാണ്. 4 ദിവസം അടുപ്പിച്ച്. പക്ഷെ അതെനിക്ക് നല്ല എന്താ കാര്യം അറിയൂ, കരുണാകരൻ കരയുന്ന കണ്ട രംഗം ഞാൻ അപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സത്യം, അദ്ദേഹം കരഞ്ഞു, കുട്ടി കരഞ്ഞാണ്. അതുപോലെ തന്നെ വീരേന്ദ്രകുമാർ ഞങ്ങളെ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ, അതേമാതിരി തന്നെ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറിന്റെ MP വീരേന്ദ്രകുമാർ. ഈ MP വീരേന്ദ്രകുമാർ എല്ലായിടത്തും പോയാൽ കരുണാകരനെ കുറിച്ച് പ്രസംഗിക്കും, എതിരായിട്ട് പ്രസംഗിക്കും. അങ്ങനെ ഗുരുവായൂർ കിഴക്കേനടയിൽ വന്നിട്ട് ലക്ഷ്മണന് ഭയങ്കരമായിട്ട് കരുണാകരനെ കുറിച്ച് പ്രസംഗിക്കുക. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാലോ, ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങൾ അറിയാലോ. അദ്ദേഹം പറയണം, വീരേന്ദ്രകുമാർ എന്താ പറയുക, പ്രസംഗിച്ചാൽ എന്താ പറഞ്ഞാൽ കരുണാകരന് വേണ്ടി അവിടെ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് എല്ലാവരും തടഞ്ഞെടുത്ത് കരുണാകരന് വേണ്ടി തൊഴാൻ വേണ്ടി മാത്രം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ദേവസ്വം. അദ്ദേഹത്തിന് എത്രയോ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അദ്ദേഹം വരുമ്പോ ഒരാളെയും തൊഴിലോ ഉള്ളിൽ കയറ്റില്ല, അദ്ദേഹത്തിന് മറ്റു തൊഴാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ വീരേന്ദ്രകുമാർ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്റെ MD ആണ് സാർ, അങ്ങ് പറഞ്ഞ് ശരിയല്ല. അവിടെ പൂജ സമയത്ത് ഉള്ളിലേക്ക് ആരും വിടാത്ത സമയത്താണ് അദ്ദേഹം അമ്പലവാസി ഉടക്കാനൊക്കെ എഴുതി നിൽക്കാം, പക്ഷെ ഉള്ളിലേക്ക് പോവില്ല, ശോഭാട്ടിന് ഉള്ളിലേക്ക് പോവില്ല. അപ്പൊ ആ ആൾക്കാരെ ആരും വിടാതെ നിൽക്കുന്ന അവസരത്തിലാവും ചിലപ്പോ കരുണാകരൻ വരിക. ആ സമയം നോക്കിയിട്ട് വരിക. ഇത് എല്ലാവർക്കും നമുക്കറിയാം. ഇത് പുറത്തുള്ള ലോകത്തിന് ജനത്തിന് അറിയില്ലോ. ഈ ഭക്തന്മാരൊക്കെ തടഞ്ഞു നിർത്തിയിട്ടാണ് എന്തൊഴുന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം നട അടച്ചാൽ ഉഷപ്പൂജയ്ക്ക് രാവിലെ ഉഷപ്പൂജയ്ക്ക് നട അടച്ചാൽ ഇദ്ദേഹം വരും, അവിടുന്ന് ശ്രീകൃഷ്ണൻ വരും. എന്നാൽ നട തുറക്കണതിന് മുമ്പ് അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ എന്താ പിന്നെ വീരേന്ദ്രകുമാർ അതിനെ കരുണാകരനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ശരിയല്ല, പറയുന്നത് ശരിയല്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ 2 ധ്രുവങ്ങൾ നിൽക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടിയതും ഞാൻ സാക്ഷിയാണ്. 2 കൂടിയിട്ട് നാരായണാലയത്തിൽ ആനത്തിന്റെ പുതൂർ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇവര് വന്നിട്ട് അന്ന് പുതൂർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കഥ ജീവചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ലീഡർ പറയണം, ഇത് പുസ്തകം എഴുതാൻ പറയണം. അപ്പൊ വീരേന്ദ്രകുമാർ പറയാം, ആരാ വേണ്ടത്? ഒരു കാര്യം കുതിര എഴുതു. ലീഡർ തന്നെ പറഞ്ഞ വാക്കാ ഉള്ള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ തന്നെ ഇത് പ്രകാശനം ചെയ്യണം, കുതിരെന്താ ചെയ്യുക, ആ പുസ്തകം എഴുതാൻ പറയാൻ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ആദ്യം തിരുമേനിയുടെ പുസ്തകം ഇറങ്ങിയത്. അതും കരുണാകരൻ തന്നെ പ്രകാശനം ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്, നിരവധി പ്രധാന വ്യക്തികളെ എത്രത്തോളം, അതായത് നമ്മള് ഒരുവിധം ഇന്ത്യയില് എല്ലാ ഇന്ത്യ രാജീവ് ഗാന്ധി ഉണ്ട്, VP സിംഗ് ഉണ്ട്, നരസിംഹറാവു, മോദി ഇപ്പൊ എന്റെ സത്യം പറഞ്ഞ അദ്ദേഹം പോണ വരെ ഞാൻ അതന്നെ എന്റെ ചിന്ത, എങ്ങനെ വേണം, എന്തൊക്കെ കവർ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരുവിധം രാഷ്ട്രീയ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രപതിമാര് അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാര് ഇവരൊക്കെ വന്നപ്പോ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. മറ്റേത് നമ്മൾ കൂടെ നടക്കാറുണ്ട്, കൂടെ ചിലപ്പോൾ നടക്കും, പക്ഷെ അന്നും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അവർ പ്രധാനം തോന്നിയിട്ടില്ല. ഇന്ന് അതല്ലല്ലോ, ഇന്ന് ആരെ വിജയിക്കുന്നത് ഉടൻ നേരം ഫോട്ടോ എടുക്കലാണ് ഏറ്റവും പ്രധാനം. വാർത്ത കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഫോട്ടോ എടുക്കലായിരിക്കും ഇന്ന്. അന്നതില്ല. അന്ന് ഞങ്ങളൊക്കെ 2ാം നേരം മാറി നിൽക്കില്ല. എന്തിനാ പറയണോ, AB വാജ്പേയി ഗുരുവായൂർ തൊഴാൻ വന്നു. AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴല്ല, MP ആയിരിക്കുമ്പോൾ തൊഴാൻ വന്നു. തൊഴാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രദക്ഷിണം വെക്കുകയാണ് അമ്പലത്തിൽ. പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹം പണ്ട് 105 കിലോന്റെ സ്വർണം പൂശിയിട്ടുള്ള ശ്രീകോവിലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്ത് ഇങ്ങനെ വരുമ്പോ അദ്ദേഹം എന്നോടൊരു വാക്ക് ചോദിച്ചാൽ എന്താ അറിയും, ഇത് കരുണാകരന്റെ അമ്പലമല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്.
കരുണാനിധി ജി എന്ന വാക്കിനെ ഉപയോഗിച്ചത് അതാ മാന്യത. അല്ല, ഞാൻ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ മാന്യത ഞാൻ പറയണം. ഇന്ന് അതല്ലല്ലോ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കയറാൻ ഇതൊക്കെയല്ലേ നിൽക്കണം. അന്ന് വളരെ അപ്പൊ ഇദ്ദേഹം കെ കരുണാകരന്റെ അംബാസഡർ ആയിരുന്നു, ഗുരുവായൂരപ്പന്റെ അംബാസഡർ, ഡൽഹിയിലെ അംബാസഡർ ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുതിയ പുനരുദ്ധാരണം എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചില മോഡിഫിക്കേഷനൊക്കെ അന്ന് തച്ചുശാസ്ത്ര വിദഗ്ധര് ശങ്കരൻപുരി കാണിപ്പൂർ ശങ്കരൻപുരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇതൊക്കെ വെച്ചുകൊണ്ടുവന്ന് എങ്ങനെയൊക്കെ നമുക്ക് പുതിയ വരുന്ന ഒരു 100 കൊല്ലത്തേക്ക് ഉള്ള ഡെവലപ്മെന്റ് കണ്ടുകൊണ്ട് എങ്ങനെ നടത്തണം. അപ്പൊ അന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗണപതി അമ്പലം പ്രദക്ഷിണം വയ്ക്കാൻ പറ്റിയിരുന്നില്ല. ഗണപതി അമ്പലത്തേക്ക് നമ്മൾ തൊഴുമ്പോ അതേപോലെ തന്നെ തിരിച്ചു വരണം. ആളുകൾ മരിക്കുന്ന വാർത്ത ഞാൻ മാതൃഭൂമി പ്രിന്റ് നിർത്തിവെച്ചിട്ട് 2 തവണ പ്രിന്റ് തുടങ്ങി, 2 തവണ ഞാൻ നിർത്തിവെച്ചു. അത് ഒന്ന് മറ്റേ സ്വർണ്ണക്കോലം വീണ് പുലർച്ചെ 1 മണിക്ക് കേശവന്റെ മറ്റേ 2 ലക്ഷത്തിന്റെ സ്വർണ്ണക്കോലം വീണു 1 മണിക്ക് ശേഷം. അതായത് ആന സ്വർണ്ണക്കോല ഇറക്കാൻ ശ്രമിച്ചില്ല. ഇറക്കാൻ പറ്റി മറക്കാൻ പറ്റുമ്പോ ആന കൂട്ടാക്കേണ്ട നടന്ന് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിലേക്ക് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കാൻ നിന്നപ്പോ അഭാഗ്യവശാൽ പടിഞ്ഞാറേ ഗോപുരം വാതിലടച്ചു. അപ്പൊ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ആന ഈ തിരുമേന്റെ കയ്യിൽ നിന്ന് കോലം വീണു. സ്വർണ്ണക്കോല നിലത്ത് വീഴണം. ഏറ്റവും വിശിഷ്ടമായ സ്വർണ്ണക്കോലാട്ടോ നിലത്ത് വീഴും. ഈ വാർത്ത വിളിച്ച് പറഞ്ഞാൽ അവിടെ പ്രിന്റിങ് തുടങ്ങി. ഉടൻ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, അന്ന് കൊച്ചിയിലെ പ്രിന്റിങ് ഞാൻ വിളിച്ചു പറഞ്ഞു, വാർത്ത 5 മിനിറ്റുള്ളിൽ ഞാൻ വാർത്ത വരും, അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാണ്, കൊടുക്കണം, സ്വർണ്ണക്കോലം വീണതാണ് പുറത്ത്. എന്നിട്ട് ആ പത്രം നിർത്തിച്ച് അവിടെ പ്രിന്റ് നിർത്തി വെച്ചിട്ടാണ് ഇത് കൊടുത്തത്. പിറ്റേ ദിവസം പത്രം 3 മണി പത്രം വരുമ്പോൾ സാധനം കാണുന്നതാണ്. അന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുമാതിരി തന്നെ ഒരു മരണത്തിന്റെ കാര്യം അതിനുശേഷം അത് എന്നെ കുറിച്ചിട്ട് ചില മരിച്ച ആളുടെ അടുത്ത് പോയിട്ട് ജയില് ചോദിക്കും, നിങ്ങൾ മരിച്ചു, എനിക്കൊരു സർട്ടിഫിക്കറ്റ് ആണെന്ന്. അതെനിക്കൊരു സർട്ടിഫിക്കറ്റ് ആണ്. സത്യം ശരിയാ. കാരണം പല സ്ഥലത്തും മരിക്കാത്ത ആൾ മരിച്ചു തെറ്റി വരും. അപ്പൊ ഇത് എന്താ കാരണം വെച്ചാല് അത് വീട്ടിലേക്ക് പോകണം അറിയാം. എന്താ കാരണം വെച്ചാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. രാത്രി 11 മണിക്ക് ഫാക്സ് ആണല്ലോ വാർത്ത കൊടുത്ത ഞാൻ ഓഫീസിൽ പടിഞ്ഞാറ ഓഫീസ് ഞാനുണ്ട് വീട്ടിൽ കഴിയും. ഓഫീസ് കൂട്ടി പുറത്തുനിന്ന് പടിഞ്ഞാറ് ജംഗ്ഷൻ വന്നപ്പോ ഒരാൾ ഓടി വരികയാണ്. നമ്മളൊക്കെ അറിയുന്ന ആളാണ്. KSRTC ഇവിടെ ചെട്ടിയാർക്ക് താമസിക്കുന്ന ആളാണ്. അന്നത്തെ KSRTC ജോലിക്കാരനാണ്. അറിയണം അതുകൊണ്ട് അമ്മ മരിച്ചു ഫോട്ടോ മാറ്റി കൊടുത്തു. 11 മണി കഴിഞ്ഞു. ഉടൻ തിരിച്ചു മടങ്ങാണ് നമ്മള്. ഞാനുണ്ട്, ഗോപാഷനുണ്ട്. ഗോപാഷൻ വീട്ടിലേക്ക് വന്നിട്ട് ഗോപാഷൻ അപ്പൊ നിൽക്കുക, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഞങ്ങൾ രണ്ടാളും തിരിച്ചു പോയി ഓഫീസിൽ പോയിട്ട് ഈ ഫോട്ടോ തന്നിട്ടുണ്ടല്ലോ ഇയാള്. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അറിയപ്പെടുന്ന ആളാണ്, ഞങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അമ്മ മരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിളിച്ചത് വാർത്ത എഴുതി ഫോട്ടോ അയച്ചു കഴിഞ്ഞ് പോയി. ഞാൻ വീട്ടിൽ പോയി, ഗോപാഷൻ വീട്ടിലേക്കും പോയി, ഞങ്ങൾ പോന്നു. വീട്ടിൽ പോയി. അന്ന് ലാൻഡ് ഫോണല്ല എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അവിടെ കുറെ കഴിഞ്ഞിട്ട് ഒരു 1 മണിയോട് കൂടിയിട്ട് എൻ്റെ ഫോൺ അടിക്കുക. 1 മണിയായി. ഫോൺ അടിച്ചിട്ട് എടുത്ത് നോക്കുമ്പോ ഇയാളാ വാർത്ത. അതേ ആ വാർത്ത കൊടുത്തത് അതേ അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ് കാല് ഒക്കെ ഇറക്കുന്നുണ്ട്. ഞാൻ വിഷമിക്കാൻ വല്ലതുണ്ടോ? നാളെ പത്രത്തിൽ മരിക്കാത്ത ആളെ മരിച്ചു വന്ന വാർത്ത എത്ര ടെൻഷനായിരിക്കും നോക്കോ, ആലോചിക്കും. ഉടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതാ നിർത്തുവോ, ആള് മരിച്ചിട്ടില്ല, വാർത്ത എടുത്ത് മാറ്റണം. അപ്പൊ ഈ പ്രിന്റിങ് തുടങ്ങി, അവിടെ തുടങ്ങിയിട്ടേ തുടങ്ങിയ ഇതിലെല്ലാം ചെയ്യാൻ തുടങ്ങി നിർത്താൻ പറഞ്ഞു. നിർത്തി വെച്ചിട്ട് ആ സാധനം വാർത്ത എടുത്ത് മാറ്റിയിട്ടാണ് പിറ്റേ ദിവസം പത്രം തുടങ്ങി. അപ്പോ അത്രയും സത്യമാണ്. മരണത്തിൽ ജീവിച്ചോ? അല്ല, ജീവിച്ചില്ല. ഉച്ച കഴിഞ്ഞോടുകൂടി അദ്ദേഹം മരിച്ചു. അത് ആൾക്കാട് അങ്ങനെ ഉണ്ടായി. ഈ പത്രത്തില് വന്നു മരിച്ചു എന്നിട്ട് അപ്പൊ ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബാക്കിയുള്ള പത്രങ്ങളിലൊക്കെ എല്ലാവരും കൊലയൊക്കെ വന്നു. പിറ്റേ ദിവസം എന്തുണ്ടായിച്ചാല് ഇയാളെന്ത് കൊടുത്തു? മരിച്ചിട്ടില്ല എന്ന് കൊണ്ട് കൊടുത്തു. അന്നാള് മരിച്ചിട്ട് പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും മരിച്ചു. ഇയാളും പത്രത്തിൽ മരിച്ചു. അങ്ങനെയൊക്കെ ടെൻഷൻ ജീവിതത്തില് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. ഒരിക്കലും ഒരു പത്രപ്രവർത്തനം മാധ്യമ
മുമ്പൊക്കെ ഇപ്പൊ അതൊന്നും ഇപ്പൊ എല്ലാ വാട്സപ്പിലും ന്യൂസത്തിൽ വെച്ച് വാർത്ത വരും അടുത്ത് പകർത്തി കുടുംബത്തിൽ കിട്ടും. അന്നതല്ല, ഒരു 24 മണിക്കൂറും ഉണർന്നിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. 24 മണിക്കൂർ. പ്രത്യേകിച്ച് ഗുരുവായൂരിലെ ലേഖന്മാരെ പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ലേഖന്മാരെക്കാൾ അപേക്ഷിച്ച് ഭാഗ്യന്മാരാണ്. എന്താ കാര്യം വെച്ചാൽ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള അവരെ സംസാരിക്കുന്നത് അത് ഒരു ലേഖന്മാർക്ക് കിട്ടില്ല. ഏത് തിരുവനന്തപുരത്ത് ചിലപ്പോൾ ലേഖം മാറും. അവിടെ VPCക്ക് മാറി വേറെ ചിലപ്പോൾ അവിടുത്തെ ലേഖം മാറിയിട്ടുണ്ടാവും. അവിടെ വേറെ ആൾക്കാരുണ്ടാവും. ഞങ്ങളതല്ല, ഇവിടെയുള്ള ആൾക്കാർ അത് അന്നും ഭാഗ്യന്മാരെ സത്യം പറഞ്ഞ കാര്യം. കാരണം ദേശീയ നേതാക്കന്മാരെ കണ്ട് സംസാരിക്കാനും അവരായിട്ട് കൂടെ വെച്ചുന്ന പെരുമാറാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ടെൻഷനുള്ള ജീവിതമാണ്. വൈകുന്നേരം സിനിമയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ സൗകര്യം, ഇപ്പൊ പിന്നെ നമ്മളെ സെക്ഷനുണ്ട്, അവരുടെ ആൾക്കാരോട് പിന്നെ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ മറ്റു പത്രങ്ങളിൽ വല്ല വാർത്ത നമ്മൾ അറിയാത്ത വാർത്ത വന്നു വെച്ചാൽ അതാണ് മനോരമയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. മനോരമ ഫൈറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു പേജിൽ പറയുന്നുണ്ടായി. അതായത് മനോരമയും ദീപിയും കൂടി ഒന്നായി ഗുരുവായൂർ. അപ്പൊ ഞങ്ങള് ഓരോ ദിവസം ഞാൻ ഒന്ന് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി പറമ്പികവുമായിരിയാണ്. അപ്പൊ ഉടൻ തന്നെ മനോരമ പിറ്റേ ദിവസം എന്തെങ്കിലും വേറെ കൊടുക്കും. ഉടൻ തന്നെ ശങ്കരനമ്പൂരി. അപ്പൊ അമ്പലത്തിലെ വാർത്തയൊക്കെ ശങ്കരനമ്പൂരി ചിലപ്പോ ദീപിക. അപ്പൊ ഇവര് കൂടി മനോരമയും ദീപിയും കൂടി ഒന്നായി, 2 ലേഖന്മാര് ഒന്നായി. അവര് രണ്ടാളും ചോദിച്ചപ്പോ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ മറുപടി. അപ്പൊ അതിനനുസരിച്ച് അവര് രാവിലെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു പണിയില്ല. ഇത് അന്വേഷിച്ചാണൊക്കെ വാർത്ത ഉണ്ട്, വാർത്തയുടെ അന്വേഷണം. അന്ന് അത് വേണേ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുമൊന്നുമില്ല, ആരും പറയുന്നില്ല. അപ്പൊ നമ്മൾ അമ്പലത്തിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് അന്വേഷിച്ച് വാർത്ത ഉണ്ടാക്കി പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു പുതുമയുള്ള വാർത്ത കൊടുക്കും. അപ്പൊ എനിക്ക് തോന്നി ഇവരുടെ കൂട്ടുകെട്ട് ഒന്ന് അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയേ എന്ത് അങ്ങനെ 2-3 കാര്യങ്ങൾ ഇവരെ തമ്മിൽ അല്ല മാറ്റണല്ലോ വാർത്തകൾ. അപ്പൊ ഞാൻ ഈ ശങ്കരനമ്പൂരിനെ കൂട്ടുപിടിച്ചു. തന്ത്രപൂർവ്വമായിട്ട് ശങ്കരനമ്പൂർ വീണിട്ട് പോവില്ല. മനോർ വീണിട്ട് ആ ഓഫീസ് വിട്ടിട്ട് വേറെ എവിടെ പോകും. ജയശ്രീ അമ്പലത്തിലേക്കൊന്നും അങ്ങനെ വരും. ജയശ്രീ അടുത്ത് പോയി ജയശ്രീ ശങ്കരനമ്പൂരി എന്താ പറയാന്ന് വെച്ചാൽ അത് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഒരു ഏകാശി ദിവസം വൈകുന്നേരം ആവണം, സന്ധ്യയോടെ എടുക്കണം അവസരത്തില് ഞാൻ വാർത്ത മെയിൻ സ്റ്റോറി എഴുതിയിട്ടില്ല. പിറ്റേ ദിവസം 2 പേര് വരേണ്ട വാർത്ത ഞാൻ എഴുതിയിട്ടില്ല. കാരണം കുറെ ഡീറ്റെയിൽസ് കിട്ടാണ്ട്. വൈകുന്നേരം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ വൈകുന്നേരം എഴുതാൻ വേണ്ടി 6, 6:30, 7 മണിക്ക് ശേഷം കൊടുക്കുക വാർത്ത എഴുതുക. ഈ വാർത്ത എഴുതാതിരുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ അടിക്കുകയാണ്. മമ്മിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. മമ്മിയൊരു ബസ് ഇടിച്ചിട്ട് എത്ര പേരാ മരിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഈ വാർത്ത എഴുതണം. ഇത് എല്ലായിടത്തും പോകേണ്ട എഡിഷണൽ വാർത്തയാണ്. ഈ അപകട സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത്. ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു, സാധാരണ 1 മണിക്കൂറൊക്കെ എടുക്കും ഏകാശിയുടെ വാർത്ത എഴുതാൻ. 5 മിനിറ്റ് കൊണ്ട് എന്താ അറിയില്ല 5 നിമിഷത്തോണ്ട് ഞാൻ ഈ വാർത്ത എഴുതി കൊടുത്തതിന് ശേഷം ഓടിയിടും. ഞാൻ ചെല്ലുമ്പോഴേക്കും മമ്മിയിൽ ആകെ ഇരുട്ടില്ല. അപ്പൊ ആകെയുള്ള ശങ്കരനമ്പൂരി ഉണ്ട് കൂടെ. ശങ്കരനമ്പൂരി ഞാൻ വിട്ടില്ല, ശങ്കരനമ്പൂരിനെ പിടിച്ചുകൊണ്ടുപോയി. ശങ്കരനമ്പൂരി കൊണ്ടുപോയിട്ട് ഞങ്ങൾ 2 കൂടി അവിടെ പോയി നോക്കുമ്പോ 2 പേര് മരിച്ചു. അതിലും മമ്മിയിൽ അമ്പലത്തിന് ഇവിടെ ബസ് ഇടിച്ചത്. ഇത് സമയം 7 മണിക്ക്. പിന്നെ സ്റ്റോറികൾ കുറെ ഏകാശി സ്റ്റോറി കുറെ കൊടുക്കാണ്ടായിട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു മെയിൻ സ്റ്റോറി എന്തായാലും കൊടുത്തു വിട്ടു. ശങ്കരനമ്പൂരിന്റെ ഞാൻ ശങ്കരനമ്പൂരിയും കൊണ്ട് നടക്കുക. കാരണം ഇതിന് മുന്നേ മനോരമയ്ക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് വേണ്ട ആണെങ്കിൽ എനിക്കറിയാം വേണ്ട അവിടെ ഒന്നും പോയില്ലേ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ വന്നപ്പോ 2 പേരാ മരിച്ചു. ഇത് വാർത്ത മെയിൻ സ്റ്റോറിൽ ഗുരുവായൂർ ഏകാശി ദിവസം ഇവിടെ മമ്മിയുടെ വിളിച്ചു. അപ്പൊ ഇവിടെ വേണം നമ്മളെ അടുത്തല്ല അഞ്ഞൂരിന്റെ പുറത്ത് അഞ്ഞൂര് ചിറ്റഞ്ഞൂര് അവിടെ ഉള്ളതാണ് ആ നമ്പീശൻ അമ്പലത്തിലാണ് നമ്പീശൻ. ഞങ്ങൾ 2 കൂടി ഓട്ടോറിക്ഷ എടുത്ത് പോയി. അവിടെ പോയി രാത്രി 11 മണി 12 മണിക്ക് അന്വേഷിച്ച് വിളിച്ചപ്പോൾ 2 ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടി. 2 ഫോട്ടോ കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്നു. 12:30 വാർത്ത. അപ്പൊ വാർത്ത പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് വാർത്ത ഇരുന്നത്. അതിവിടെ ഫോട്ടോ ഇതൊക്കെ കൊടുത്തു. നോക്കും പിറ്റേ ദിവസം ആവുന്നതിലും തിരികെ മാത്രമേ 2 പേര് മരിച്ചു. മറ്റേത് ഒരാളാ മനോരമയിലൊക്കെ. അവർക്ക് അറിയില്ല ഡീറ്റെയിൽ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ശങ്കരനമ്പൂരിയായിട്ട് ഞാൻ വളരെ കൂട്ടുപിടിച്ചതിന്റെ ഫോട്ടോ മാറിയിട്ടുണ്ട്. ആള് ന്യൂസൊക്കെ മാണി മാധവന്റെ ഫോട്ടോ അങ്ങനെ ഗുരുവായൂരല്ല. അല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ അവസരത്തിൽ പറയാം. എന്തായാലും ഇപ്പൊ
വാദികൾ പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ, ഈശ്വര വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ ഞാൻ അമ്പലത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. സാക്ഷിയാണ്. കാരണം എനിക്കറിയാം, ഞാൻ നക്സലൈറ്റ് നേതാവായിരുന്നു ഫിലിപ്പം പ്രസാദ്. നക്സലൈറ്റ് നേതാവാ നമ്മള് ഭാഷണത്തിനോട് കൊണ്ടുവന്നുണ്ട്. ആ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുകൊടുത്തില്ല. അതുകൊണ്ട് അന്ന് പാർട്ടി ആയിരുന്നു അത്. അദ്ദേഹം ആചാര്യം മാറി കോഴിക്കോട് പോയിട്ട് ഗൗരിയമ്മ അവസാനം കൃഷ്ണനെ കുറിച്ചിട്ട്, കൃഷ്ണനാണ് എന്നെ കരുണാകരനും ഉണ്ടായിരുന്നത്. ഒരു കാര്യം കരുണാകരൻ തന്നെ വിളിച്ചു ഗൗരിയമ്മ. ഗൗരിയമ്മ തൊഴുതില്ലേ. എന്തിനേറെ OV വിജയൻ, സാഹിത്യ OV വിജയൻ വന്നിട്ട് ഗുരുവായൂരപ്പിന്റെ അടുത്ത് വന്ന് എത്ര പ്രാവശ്യം തുലാഭാരം നടത്തില്ല. സ്ഥിരമായിട്ട് വരുന്നതാ. നായനാരുടെ ഭാര്യ സ്ഥിര ഭക്തിയാണ്. അത് അവര് ശാരദ ടീച്ചറെ എന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്, അമ്പലത്തിൽ വരുന്ന. ഇപ്പൊ എന്ത് പറയണ, ഞാനൊരു കാര്യം കേട്ടെ, ഇന്ന് ആർക്കും അറിയാത്തൊരു രഹസ്യം ഞാൻ പറയാം. ഇന്ന് മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി താലി കെട്ടിയത് ഗുരുവായൂരപ്പന്റെ വീട്ടിൽ. ഒരു CPM നേതാവ് ഗുരുവായൂരപ്പന്റെ വീട്ടിലാണ് താലി കെട്ടിയത്. ഇന്നത്തെ മന്ത്രിസഭയിലെ CPMന്റെ ഒരു പ്രധാന മന്ത്രി. ഇത് ഞാൻ പറയാനില്ല, ഈ വെച്ച് പറഞ്ഞ അത് ഗുരുവായൂരിലെ ലേഖന്മാർക്ക് ആ ഒരു ഗുണം. ഗുരുവായൂർ ലേഖന്മാർ ആധ്യാത്മിക ലേഖന്മാരാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ആധ്യാത്മിക ഗുരുവായൂർ അമ്പലത്തിലെ വാർത്തകൾ തന്നെ കൊടുക്കണ്ടേ, സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കൊടുക്കണ്ടേ. മറ്റുള്ള ക്ലബുകളിൽ. പിന്നെ വേറെ കാര്യം, ഗുരുവായൂർ ലേഖന്മാർക്ക് കിട്ടുന്ന ആദരം ഗുരുവായൂരപ്പന്റെ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഉദാഹരണം. ഇവിടെ ഒരു അമ്മ ഒരു 10-35 കൊല്ലം മുമ്പേ തോന്നുന്നു സർവസ്വം ഗുരുവായൂരപ്പനെ എഴുതി വെച്ച് മരിച്ചു. എല്ലാവരും ഭൂമി സ്വത്തൊക്കെ എല്ലാ സ്വത്തൊക്കെ നടത്തി. ഇത് മരിച്ചപ്പോ അന്ന് നേരെ വഴി തൃശ്ശൂർ പോയില്ല. ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ അയക്കുകയാണുള്ളൂ, ബസ്സിൽ അയക്കുകയും ചെയ്യാം. സാധാരണ എറണാകുളത്തേക്ക് അയക്കണം ബസ്. ചിലപ്പോൾ ബസ് എറണാകുളം വിട്ട് കോട്ടയത്തേക്ക് പോയി ആ ഫോട്ടോ കോട്ടയത്തേക്ക് പോകും. ഇന്നൊന്നും മിനിറ്റ് വെച്ച് നമുക്ക് ഫോട്ടോ കിട്ടുന്നു, ഫോട്ടോ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അന്നതല്ല, ഫോട്ടോ ബസ്സിൽ അയക്കണം, അവിടെ കിട്ടിയോന്ന് അന്വേഷിക്കണം, എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ എടുക്കാൻ ആളുണ്ടാവണം. ഇന്നതൊന്നും വേണ്ടല്ലോ, നമുക്ക് വളരെ ഈസിയാ. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. ഞാൻ ആ ബസ്സിലാണ് പോകുക എറണാകുളത്ത്. വൈകിട്ടാണ് സംഭവം. അവിടെ ചെന്ന് ഞാൻ എറണാകുളം മാതൃഭൂമി ഓഫീസ് ചെല്ലുമ്പോൾ ഡെസ്കിലാണ്, രാത്രി 10-10:30 ഞാൻ ഡെസ്കിൽ ചെല്ലുന്ന സമയത്ത്, ഡെസ്കിലിന്റെ കീഴിൽ ചെല്ലുമ്പോൾ ഈ ഡെസ്കിൽ ഇരിക്കുന്നവരൊക്കെ സബ് എഡിറ്റർമാരൊക്കെ എന്നെക്കാളൊക്കെ സീന്, ഞാൻ പ്രാദേശികല്ലേ, ഇവരെല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്ന എന്നെ തുടങ്ങി. ഗുരുവായൂരിന്ന് ജേട്ടൻ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അപ്പൊ ഒരു അഭിമാനം തോന്നിയത് ഗുരുവായൂരപ്പന്റെ, എന്റെ അല്ല അത്, ഗുരുവായൂരപ്പനാണ്. അത് വാസ്തവം. അത് പോയപ്പോ അവരൊക്കെ ഗുരുവായൂരപ്പനായിട്ട് കാണണം.